കൊല്ലം ആശ്രാമത്ത് ഗൃഹനാഥയെ കെട്ടിയിട്ട് കവർച്ച നടത്തിയ ദമ്പതികൾ പിടിയിൽ. ശരത്ത, പാർവതി എന്നിവരാണ് പിടിയിലായത്. ജനകീയ നഗറിൽ യശോദയുടെ വസതിയിലാണ് കവർച്ച നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട്. ഷമീർ, ഞെട്ടിക്കുന്ന സംഭവമാണ് കെട്ടിയിട്ട് കവർച്ച എന്നുള്ളത്. എപ്പോഴായിരുന്നു സംഭവം? പ്രതികൾ എങ്ങനെയാണ് പിടിയിലായത്? 2 ദിവസം മുമ്പ് രാത്രിയാണ് ഈ സംഭവം കൊല്ലം ആശ്രാമത്ത് നടക്കുന്നത്. 85 വയസ്സുള്ള യശോദയെ ഈ വീട്ടിനുള്ളിൽ കടന്ന ഈ ദമ്പതികൾ കെട്ടിയിട്ട ശേഷം ഇവരുടെ ശരീരത്തുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണവും മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായി കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത് ഈ പിടിക്കപ്പെട്ട ചെറുമകളാണെന്നാണ് പോലീസ് അറിയിച്ചത്. ഈ ചെറുമകൾ ഈ ശരത്തിനെ വിവാഹം ചെയ്ത് വീട്ടുകാരുമായി പിണങ്ങി കഴിയുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ പണം ആവശ്യമായി വന്നതോടുകൂടിയാണ് ഇത്തരത്തിലൊരു കവർച്ചയിലേക്ക് ഇവർ എത്തുന്നത്. മോഷണ ശ്രമത്തിനിടെ പാർവതിയെ യശോദ തിരിച്ചറിയുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ തിരച്ചിലിലാണ് ഇവർ കൊല്ലം പാരിപ്പള്ളിയിലെ ഒരു ലോഡ്ജിൽ ഒളിവിൽ താമസിക്കുന്നെന്ന് ബോധ്യമായത്. പോലീസ് അവിടെ പരിശോധന നടത്തിയപ്പോഴേക്കും ഇവർ അവിടെ നിന്നും കടന്നു കളഞ്ഞു. പിന്നീട് കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് കൊല്ലം ഈസ്റ്റ് പോലീസും കഴക്കൂട്ടം പോലീസും ചേർന്ന് ഇവരെ പിടികൂടുന്നത്. പണത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ ഒരു കൃത്യം ഇവർ നടത്തിയതെന്ന് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ശരത്ത് നേരത്തെയും മോഷണ കേസുകളിലെ പ്രതിയാണ്. എന്തായാലും സംഭവ ബന്ധപ്പെട്ട് 2 പേരെ ആക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവരെ റിമാൻഡ് ചെയ്യും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും കൊച്ചുമകളാണ് ഈ കവർച്ചയ്ക്ക് ആസൂത്രണം നടത്തിയെന്നാണ് ഏറ്റവും പുതുതായി വാർത്തയിൽ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്. നയന, ശരി. കൊല്ലം ആശ്രമത്ത് ഗൃഹനാഥയെ കെട്ടിയിട്ട് കവർച്ച നടത്തിയ ദമ്പതികളാണ് പിടിയിലായത് കൊച്ചുമകളാണ് എന്നുകൂടി വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ശരത്ത, പാർവതി എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. വിവരങ്ങളാണ് കൊല്ലത്ത് ഷമീർ അബ്ദുൾ നൽകിയത്.